ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫീത. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാണുന്ന വലിയ ഹോളിൻ്റെ മേലെ കൂടെ ഒരു ക്യൂട്ടായിട്ടുള്ള എംബ്രോയ്ഡറി ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കളർ ത്രെഡുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡാർക്ക് പർപ്പിൾ എടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ടാണ് നമ്മളിതിൽ ചെയ്ത് കൊടുക്കുന്നത് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നീഡിൽ മേലേക്ക് എടുത്തതിന് ശേഷം നീഡിലിൻ്റെ മേലെ കൂടെ ത്രെഡ് 2 തവണ ലൂപ്പ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് കുത്തിയിട്ട് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ രീതിയിൽ സ്കാറ്റേർഡ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ കുറേ അധികം ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് വേണ്ടത് ലാവൻഡർ ഫ്ലവേഴ്സിൻ്റെ ഒരു ബഞ്ചായിട്ട് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളേഴ്സ് ചൂസ് ചെയ്യാനും കൂടെ കാരണം. അപ്പോൾ കുറേ അധികം ഇങ്ങനെ നമ്മൾ ഈ ഒരു കളറിൽ ഫ്രഞ്ച് നോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കളറിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അതും ഇതേപോലെ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ 2 ഡിഫറെൻറ്റ് കളേഴ്സും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഈ ഒരു പോർഷൻ ഫുള്ളൊന്ന് ഫില്ലായിട്ട് വരണം. അതുവരെ നമ്മളിങ്ങനെ ഫുൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഫ്രഞ്ച് നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ബൊക്കെ പോലത്തെ ഒക്കെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ബ്രാഞ്ചസൊക്കെ ഉള്ള ട്രീ ചെയ്തിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു ചെറി ബ്ലോസം പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പം നമ്മളുടെ അപ്പൂപ്പൻ താടീൻ്റെ ഷേപ്പിലൊക്കെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ താഴെ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ പോർഷനിൽ ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു സേജ് ഗ്രീൻ ആണ് ഇതിൽ കാണുമ്പം കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ഗ്രീൻ പോലെയാണ് തോന്നുന്നത്. എന്തായാലും ഗ്രീൻ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേതാ സ്റ്റിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിൻ്റെയും അതേപോലെ നമ്മുടെ സാറ്റിൻ സ്റ്റിച്ചിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്റ്റിച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈസി ആയിട്ട് തോന്നിയൊരു രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ താഴെ മേലെ ഭാഗത്തേക്കും അതേപോലെ താഴെ ഭാഗത്തേക്കും നല്ല രീതിയിൽ ഫില്ലായി നിൽക്കുന്ന രീതിയിൽ ആ ഒരു സ്റ്റെമ്മ് കൊടുത്തതിന് ശേഷം ഈ ഫ്ലവേഴ്സ് കുറച്ച് അവിടെയും ഇവിടെയും വീണ് കിടക്കുന്ന പോലെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള സെയിം കളേഴ്സിൻ്റെ തന്നെ കോമ്പിനേഷനിൽ കുറച്ച് സ്കാറ്റേർഡ് ആയിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം താഴെ കുറച്ച് വീണ് കിടക്കുന്ന പോലെയും കൊടുക്കുന്നുണ്ട്, കുറച്ച് അല്ലാണ്ട് ഇങ്ങനെ എയറിൽ വീഴുന്ന പോലെയും കൊടുക്കുന്നുണ്ട്. ഇനി ആ പാർട്ടീഷൻ്റെ പോർഷനിൽ ചെറിയൊരു കെട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലവർ ബൊക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടിരുന്ന ആ വലിയ ഹോളൊക്കെ കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് ബൊക്കറ്റ് ആയിട്ടില്ല. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് നോട്ട് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോട്ടിഫും കൂടെ കിട്ടിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.